ആരും എന്നെ കൂട്ടുന്നില്ല. ഞാൻ മനുഷ്യന്മാർ നന്നായാൽ ലോകം നന്നാവുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ മയന ഞാനല്ലാത്ത ആളുകൾ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ലാത്ത ആളുകൾ. മുഹമ്മദ് നബി അൽ-ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിം. എല്ലാവരും വീട്ടിലിരിക്കണമെന്നല്ല, സ്വന്തം സ്വത്വത്തിൻ്റെ തിന്മയിലേക്ക് നോക്കണം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് തന്നെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു പുറത്തു കൊടുത്താലും പൊറുക്കാത്ത മനുഷ്യരാണ് ഇന്ന് ഈ ഭൂമിയിൽ വിലസുന്നത്. ചില തിന്മകൾ ഒരു പക്ഷേ അള്ളാഹു പുറത്തിരിക്കാം, എത്രയോ മുമ്പ് തിന്മ മനുഷ്യർ ചെയ്യും, സ്വാഭാവികമാണ്. മറവി എന്നത് മനുഷ്യനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു കാര്യമാണ്. മനുഷ്യൻ തിന്മ ചെയ്യും, അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ യാത്രക്കാരന് നഷ്ടപ്പെട്ടു പോയ വാഹനം തിരിച്ചു ലഭിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് നബി. എന്നാൽ അള്ളാഹു പുറത്തിരിക്കും, തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കും. മനുഷ്യനോ പൊറുക്കില്ല. മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ആക്രമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിൻ്റെ നാവിൻ്റെ ഫിത്നയിലേക്ക് ഇറങ്ങരുത്. സമൂഹത്തിൻ്റെ പരസ്പരം കഴുത്തെറുക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന കാലഘട്ടം. അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിം വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി വൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീത്ത് കൂടി കേട്ടോളൂ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കയറാം. എനിക്ക് ഈ ഹദീത്ത് പറഞ്ഞിട്ട് മടി വരുന്നില്ല. ഓരോ ഹദീത്ത് ഒന്നിനൊന്ന് നമ്മുടെ ഈ കണ്ഠനാടിക്ക് പിടിക്കുകയാണ് മുഹമ്മദ് നബി. ഒരു ഹദീത്ത് കേട്ടോളൂ, എന്താ പറഞ്ഞതെന്ന്. സ്വഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ് സാഅ ഹത്താ യമറ الرجل بقبر الرجل فيقول يا ليتني مكان هذا. ഒരു ഖിയാമത്ത് നാളിൻ്റെ തലേന്നാളുള്ള വർഷത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. യമറു الرجل بقبر الرجل, ഒരാൾ ഒരു ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോകും. യമറു الرجل بقبر الرجل, ഒരാൾ ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഫയഖൂലു, അയാൾ പറയും, ആത്മകഥം ചെയ്യും, സ്വയം പറയും, യാ ലൈതനി മകാന ഹാദാ, ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ ആവോ എന്താ പറഞ്ഞത്? അഥവാ അന്ന് മനുഷ്യർക്ക്, കാരണം ഭൂമിയിൽ അന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഒരു മഹാന്റെ ഖബറിടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ശ്മശാനത്തിലൂടെ സ്വാലിഹീങ്ങൾ മരിച്ചു കിടക്കുന്ന നമ്മളെക്കാൾ നല്ല കാലഘട്ടവും നല്ല സമൂഹവും അള്ളാഹുവിൻ്റെ ഈമാൻ സംരക്ഷിക്കാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടായ ഒരു കാലഘട്ടം. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും പരിമിതമായ വിജ്ഞാനവും പരിമിതമായ സമൂഹവും നന്മയും ലോകത്ത് നന്മ മാത്രം ചെയ്യാൻ അറിഞ്ഞിരുന്ന നമ്മുടെയൊക്കെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യുപ്പമാർ, നമ്മുടെ വല്യുമ്മമാർ. എന്തിനാ പറയുന്നത് നോക്കൂ. എത്രയോ ഹദീസ്, ആയിരക്കണക്കായ ഹദീസ് ഞാൻ പഠിച്ചു. ഒരു ഹദീസ് പോലും അറിയാത്ത എൻ്റെ വല്യുപ്പയുടെ സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ലാന്ന് ഈ പുരുഷാരത്തെ നോക്കിയിട്ട് ഞാൻ ആണയിട്ട് പറയുന്നു. ഒരു ഹദീസ് പോലും എൻ്റെ വല്യുപ്പാക്കറിയില്ലായിരുന്നു. എന്നാൽ അത്ര വലിയ നല്ല മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാൻ എൻ്റെ വല്യുപ്പയാണ്. അള്ളാഹു തആല തൗഫീഖ് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങളൊക്കെ വല്യുപ്പമാർ അങ്ങനെയല്ല. നിങ്ങളെയൊക്കെ ബാപ്പമാർ, വല്യുപ്പമാർ, ഉളൂ ഇല്ലാത്ത നടക്കാതെ മനുഷ്യന്മാർ. എൻ്റെ വല്യപ്പാക്ക് ഉറക്കല്ലാത്ത നേരത്ത് മുഴുവൻ ഓതുണ്ട്. നല്ല മനുഷ്യനായിരുന്നു. ഖുർആൻ ഓതിയിരുന്നു. സമയം ഓതി ഖുർആൻ അക്ഷരം മാത്രം പഠിച്ച മനുഷ്യൻ ഓതി ഖുർആൻ മനഃപ്പാടമായിരുന്നു. പരിമിതമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇല്ല, പക്ഷെ അമലുണ്ട്. ഇന്നെനിക്ക് ആയിരക്കണക്കായ ഹദീസുകൾ അറിയാം, പക്ഷേ അതിൻ്റെ 1000-ൽ ഒരു അംശം ഈമാന്റെ പ്രസരിപ്പ് എൻ്റെ കൽബിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൻ്റെ രീതിയും സ്വഭാവം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ അരികിൽ പോയി നിൽക്കുമ്പോൾ ഒരു ബോധമുള്ളവനാണെങ്കിൽ എനിക്ക് തോന്നും, എൻ്റെ വല്യപ്പ പേരക്കുട്ടിയും ഞാൻ വല്യപ്പയുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യമറു ബിഖബരി റജുലി ഫയഖൂലു യാ ലൈതനി മകാന ഹാദാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഹബീബായ റസൂലുള്ളാഹി ശ്രദ്ധിക്കുക. മുസ്തഫായ നബി പറയുന്നുണ്ട്, അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, عبد الله بن عمرو بن العاص رضي الله عنه قال قال رسول الله
ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫീ അവ്വലിഹാ. ഈ സമൂഹത്തിന്റെ സാമൂഹികമായ ആരോഗ്യം ആദ്യകാലത്താണ്. വയുസീബു ആഖിറുഹാ ബലാഉൻ വഉമൂറുൻ തുൻകിറൂനഹാ. നിങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരും. വതജീഉ ഫീ ഫിത്ന. ഫിത്ന വരും. ഫയതറഖഖു ഫയുറഖഖു ബഅലുഹാ ബഅലാ. മുസ്ലിമീങ്ങൾ തമ്മിൽ അടിമകളാക്കും അന്ന്. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ വരുന്ന വിഷയം നിങ്ങൾക്കറിയാം. അറബ് ലോകത്ത് സംഭവിച്ചു പോയ അപജയങ്ങളാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ മുക്കാൽ ഭാഗവും കാണുന്നത്. അറബ് ലോകത്ത് അപജയം സംഭവിച്ചു പോകുമ്പോൾ അത് വലിയ ഒരു നാശമാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. അറബ് സമൂഹങ്ങൾ ഒരു വിഭാഗം ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിമകളാക്കി പിടിക്കും. തജീഉൽ ഫിത്നതു ഫയഖൂലുൽ മുഅ്മിൻ. ഒരു ഫിത്ന വരുമ്പോൾ വിചാരിക്കും ഹാദിഹി മുഹ്ലികതി, ഇതെന്റെ നാശമാണെന്ന് വിചാരിച്ചു പോകും. ഫസുമ്മ തൻകശിഫ്. പിന്നെ ആ ഫിത്ന അടയും. എന്നാൽ അതോട് കൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ വതജീഉ ഫിത്നതുൻ സാനിയ. ഒരു ഫിത്ന കഴിയുമ്പോഴത്തേനും മറ്റൊരു ഫിത്ന വരും. ഫിത്ന അവസാനിക്കുന്ന സമൂഹമുണ്ടാവില്ല. അറബ് ലോകത്ത് ഉയർത്തപ്പെട്ട വാള് ബഹുമാനപ്പെട്ട ഈസ നബിയുടെ കാലഘട്ടത്തിലല്ലാതെ താഴ്ത്തി വെക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. അറബികൾക്ക് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. അറബികളല്ലേ മുഹമ്മദ് നബി? ചെറിയ തമാശയല്ല. അറബ് ലോകത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വമായി അള്ളാഹു നിശ്ചയിച്ചത് അവരെയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളാണ് അറബികൾ. ആ അറബ് ലോകത്തിന് നാശം സംഭവിക്കുക, അറബ് ലോകത്തിന് സാംസ്കാരികമായ അപജയം സംഭവിക്കുക. ഹബീബായ നബി പറഞ്ഞു, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് കാണാൻ, അൻ ഉമ്മി ഹബീബത റളിയല്ലാഹു അൻഹാ ഖാലത്ത്. ഉമ്മു ഹബീബ ബീവി പറയുകയാണ്. അറിയില്ല, ഉമ്മു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. അല്ലാഹു തആല മഹ്ശറയിൽ അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അൻ ഉമ്മി ഹബീബത ഖാലത്ത് ഇസ്തൈഖള നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വീട്ടിൽ എൻ്റെ കിടപ്പറയുടെ നാളിൽ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ എൻ്റെ കിടപ്പറ പങ്കിടുന്ന നാളിൽ, എൻ്റെ വീട്ടിൽ താമസിക്കുന്ന നാളിൽ കിടന്നുറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൈഖള മിനൻ നൗമി, ഉറക്കിൽ നിന്ന് പെട്ടെന്നൊന്ന് ഉണർന്നു. വഹുവ മുഹ്മറുൻ വജ്ഹുഹു, സ്വഹീഹുൽ ബുഖാരി. മുഖമൊക്കെ അങ്ങോട്ട് ചുവന്ന് തുടുത്തിട്ടുണ്ട്. എന്തോ പേടിച്ചിട്ടുണ്ട്. നാശത്തെ അഭിമുഖീകരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് വയഖൂലു അബൂഹു യഖൂലു, അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വൈലുൽ ലിൽ അറബി വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ. വൈലുൽ ലിൽ അറബി, അറബികൾക്ക് നാശം വന്നു. മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ, ഞാൻ പോകുന്നതോടുകൂടെ തുടങ്ങുന്നു. മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ, അറബികൾക്കുള്ള നാശം അടുത്ത് കഴിഞ്ഞു എന്ന് മുഹമ്മദ് നബി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയാണ് ഈ ഹദീസ് രേഖപ്പെടുത്തിയത്. വളരെ നമ്മൾ ചിന്തിക്കണം. ഈ ഉമ്മത്തിൻ്റെ സാംസ്കാരികമായ, ഈ ഉമ്മത്തിൻ്റെ എല്ലാ മാർഗത്തിലുമുള്ള ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം വഹിക്കാൻ കൽപ്പുള്ളവർ, ഈ ഉമ്മത്തിന് ദിശാബോധം നൽകേണ്ടവർ, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞ കൂട്ടം കൂട്ടമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എല്ലാ ഗോത്രങ്ങളും ഗോത്രത്തിൻ്റെ ഐഡന്റിറ്റികളായ പതാകകൾ വലിച്ചെറിഞ്ഞ് വെള്ളപ്പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉല്ലേഖനം ചെയ്ത് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലേക്ക് കടന്നുപോയ മുൻഗാമികളുടെ പിൻഗാമികളായ ആളുകൾ. ഹബീബായ നബി പറഞ്ഞു, വൈലുൽ ലിൽ അറബി വൈലുൽ ലിൽ അറബി, അറബികൾക്ക് നാശം വന്നു കഴിഞ്ഞു, അറബികൾക്ക് നാശം. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അറബികൾ തകർന്നാൽ ലോകം തകരും, ഉറപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാമത നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരി വേറൊരു ഹദീസ്. അഷ്റഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മലയിറങ്ങി വരവേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉതുമിൻ മിൻ ആത്വാമിൽ മദീന, മദീനയുടെ വീടുകളുടെ മുകളിലേക്കൊന്ന് ഇങ്ങനെ നോക്കി. വളരെ ചിന്തിക്കണം. ഇതൊക്കെ ഈ ഹദീസൊക്കെ പഠിച്ചിട്ട് മദീനയിൽ പോകുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ സമയമൊക്കെ ഒന്ന് ആലോചിക്കണം. ഒക്കെ വളരെ വലിയൊരു സമയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ വീടുകളുടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി. ഹൽ തറൗന മാ അറാ, അൽ തറൗന മാ അറാ, ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിക്കുന്നില്ലേ? സ്വഹീഹുൽ ബുഖാരി എവിടുന്നെങ്കിലും അല്ല പറയുന്നത്. വളരെ സുസമ്മരമായ, ലോകത്തൊരു പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുസമ്മരമായ ഹദീസുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ ഖുർആന്റെ ഈ വേദിയിൽ പറയുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അള്ളാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ.